പൂക്കളുടെ ഭംഗിയും കളറും ഇത് വളർത്താനുള്ള എളുപ്പവും പിന്നെ ഇതിൻ്റെ സുഗന്ധവും എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ ജമന്തി ചെടികൾ. ഇപ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിനങ്ങനെ സീസണൊന്നും അല്ലെങ്കിലും എപ്പോഴും പൂക്കളുണ്ടാകും. എങ്കിലും ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയ ഒരു സമയമാണ്. ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ പൂക്കളെ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ചെടിയുടെ ആയുസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൻ്റെ പൂക്കളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരുമാതിരി വാടി തുടങ്ങിയ പൂക്കളെല്ലാം കട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്, ഉണങ്ങിയതുമല്ല. അപ്പോൾ അവയെല്ലാം കണ്ട് നമുക്കൊരു മാല ഉണ്ടാക്കി നോക്കാം. പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഈ ഒരു മാലയായിരുന്നു എല്ലാവരും തലയിലൊക്കെ ചുടിയുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജമന്തി പൂക്കളുടെ മാലയാണ്. പിന്നീടാണ് മുല്ലപ്പൂവൊക്കെ ട്രെൻഡിങ്ങിലോട്ട് വന്നത്. എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഒന്നും ഇതങ്ങനെ ആരും തലയിൽ വെക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഞാൻ ദാ ഇവിടെ അടിപൊളിയായിട്ടൊരു മാല ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ ഉണങ്ങിയ പൂവാണ്, അതുകൊണ്ട് നമുക്ക് ഭഗവാന്മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല.